Hi guys, welcome back to my channel. So ഇന്നത്തെ video is all about a no foundation Onam makeup look, and ഇത് ഓണത്തിന് മാത്രമല്ല, you can use it for any function, but ഓണം specific ആയതുകൊണ്ട് തന്നെ I want this video to be in മലയാളം. So നമ്മൾ ആദ്യം തന്നെ ലെൻസ് ആണ് വെക്കുന്നത്. ലെൻസ് വെക്കുമ്പോൾ തന്നെയുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഐ കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒക്കെ മാറ്റി വെക്കുകയാണ്. ഇതിന് മുന്നേ തന്നെ ഞാൻ ഹെയർ കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹെയർ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തത് സിറമാണ്. സ്കിൻ പ്രെപ്പ് നമ്മുടെ മേക്കപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നല്ല സ്കിൻ പ്രെപ്പ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ഒബ്വിയസ്ലി നന്നായിട്ടിരിക്കും. സോ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഇവിടെ സിറം കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് സ്കിപ്പ് സൺസ്ക്രീൻ. ഞാൻ പുറത്ത് പോകാത്തതുകൊണ്ട് അപ്ലൈ ചെയ്തില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഐ എം അപ്ലൈയിങ് മൈ കൺസീലർ. കൺസീലർ ഇവിടെ കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ടോണിലുള്ള കൺസീലർ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ കറക്റ്ററും ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിരിക്കും. ഇതൊന്ന് ലൈറ്റ് ആയിട്ട് ട്രാൻസ്ലൂസൻറ്റ് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അപ്പ് ഇസ് നമ്മുടെ ഐ മേക്കപ്പ്. ഫസ്റ്റ് ഞാനൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡ് നമ്മുടെ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ക്രീസ് ലൈൻ എന്താണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ഔട്ടർ കോർണറിൽ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് അതിനെ ബ്ലെൻഡ് ഔട്ട് ചെയ്യാം. ഔട്ടർ കോർണറിൽ നമുക്ക് അത്യാവശ്യം ഒരു വി ഷേപ്പ് വരുന്ന പോലെ വേണം ഇത് ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ. ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ നല്ല സമയം എടുത്ത് ബ്ലെൻഡ് ഔട്ട് ചെയ്തോളൂ, ബിക്കോസ് ബ്ലെൻഡിങ്ങിലാണ് നമ്മുടെ ഏറ്റവും ബ്യൂട്ടി ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷിമ്മർ ഷെയ്ഡ്, കുറച്ചൊരു ഡാർക്കർ ഷിമ്മർ എടുത്തിട്ട് മിഡിൽ ഓഫ് ദി ഐലിഡിൽ അപ്ലൈ ചെയ്യാം. 2 ഷിമ്മർ ഷെയ്ഡ്സ് ആണ് ഞാൻ ഈ ഐ ലുക്കിന് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകുന്ന 2 ഷെയ്ഡ്സ് ഓഫ് ഗോൾഡനോ 2 ഷെയ്ഡ്സ് ഓഫ് കോപ്പറോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ലൈറ്റർ ഷെയ്ഡ് ഇന്നർ കോർണറിലും കുറച്ച് ഡാർക്കർ ഷെയ്ഡ് മിഡിലുമാണ് വരേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഷിമ്മർ ബ്ലെൻഡ് കിട്ടും. ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് മേക്ക് യുവർ ഐസ് ലുക്ക് ബിഗർ ആസ് വെൽ. ഇനി ഇതിനെല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉപയോഗിച്ച ബ്രൗൺ ഷാഡോ ഇല്ലേ, അതിന്റെ ബ്രഷ് എടുത്തിട്ട് എക്സ്ട്രാ പ്രൊഡക്റ്റ് ഒന്നും എടുക്കാതെ ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കാജലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ബ്ലാക്ക് കാജൽ വെച്ചിട്ട് എൻ്റെ ടോപ്പ് ലൈനിൽ ഒരു ലൈൻ കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ച് അതിനെ ബ്ലെൻഡ് ഔട്ട് ചെയ്യാണ്. ഈ ബ്രഷ് കളയണ്ട, അത് മാറ്റി വെച്ചോളൂ, നമുക്ക് ആവശ്യം വരും. നിങ്ങൾക്ക് വിങ് ലൈനറാണ് ആവശ്യമെങ്കിൽ അറ്റത്ത് ഒരു വിങ് ഷേപ്പും കൊടുക്കാം. നിങ്ങൾക്ക് ഫോൾസ് ലാഷസ് വെക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്കാര വെച്ച് ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ നല്ലൊരു കോട്ട് ഓഫ് മസ്കാര ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടു ഗിവ് മീ ദാറ്റ് റിയലി ബിഗ് ആൻഡ് ഫ്ലട്ടറിംഗ് ലാഷസ്. ഐബ്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐബ്രോ പെൻസിലോ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ഐ ഷാഡോ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഐ ഷാഡോ ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഔട്ടർ കോർണറിൽ ഉപയോഗിച്ച അതേ ഷെയ്ഡ് അത് വെച്ചൊന്ന് ഫിൽ ഔട്ട് ചെയ്തു. നേരത്തെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത സമയത്ത് ഒരുപാടധികം പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല, ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു ദ റെസ്റ്റ് ഓഫ് ദ മേക്കപ്പ് ഹിയർ. സോ നമ്മൾ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ്, അതായത് നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും അപ്ലൈ ചെയ്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാണ് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. സോ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ വെച്ച് തന്നെ ഇത് നല്ലോണം സെറ്റ് ചെയ്യുക, ബിക്കോസ് ഇത് ക്രീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റിംഗ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്റ്റ് ഓഫ് ദ ഫേസ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ലോവർ ലൈനിൽ ഒരു ബ്രൗൺ കാജൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലാക്കും ഉപയോഗിക്കാം. ബ്ലാക്ക് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും. ബ്രൗൺ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സട്ടിലായിട്ടുള്ള ലുക്ക് വരും. ഇനി നേരത്തെ കളയുണ്ടാവുന്ന പറഞ്ഞ ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക ആൻഡ് അപ്ലൈ മസ്കാര ഓൺ യുവർ ലോവർ ലാഷസ്. ലിക്വിഡ് ബ്ലഷ് ആണ് ഞാൻ ഉപയോഗിക്കാറ്. സോ ഞാൻ 2 ഷെയ്ഡ്സ്, അതായത് ഒരു പീച്ച് ഷെയ്ഡും പിങ്ക് ഷെയ്ഡും മിക്സ് ചെയ്താണ് ഉപയോഗിക്കാറ്. അതിൻ്റെ മേളിൽ ഞാൻ ഹൈലൈറ്റിംഗ് ഷെയ്ഡും ഓൾറെഡി കൊടുക്കാറുണ്ട്. ഇതും ലിക്വിഡ് തന്നെയാണ്. ഹൈലൈറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹയസ്റ്റ് പോയിന്റ്സ് ഓഫ് യുവർ ചീക്ക് അല്ലെങ്കിൽ ചീക്ക് ബോൺ, നമ്മുടെ നോസ് ബ്രിഡ്ജ് ആൻഡ് അണ്ടർ യുവർ ഐബ്രൗസ് ആണ്. ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇഫ് യു വോണ്ട് എ പൗഡർ ബ്ലഷ് ഓൺ ടോപ്പ് യു കൻ ഡു ദാറ്റ് as well. പൊട്ട് വെച്ചില്ലെങ്കിൽ എങ്ങനെയല്ലേ ഓണം ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്സ് കുറച്ച് ഓവർലൈൻ ചെയ്യാറുണ്ട്, ബിക്കോസ് എൻ്റെ ടോപ്പ് ലിപ്സ് ബോട്ടം ലിപ്സിനേക്കാൾ ചെറുതാണ്. ആൻഡ് ഐ ടോപ്ഡ് ഇറ്റ് ഓഫ് വിത്ത് എ മെറൂണിഷ് റെഡ് ലിപ്സ്റ്റിക്. നിങ്ങൾക്ക് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്യാം. ആൻഡ് ഫൈനലി ഓപ്പൺ മൈ ഹെയർ ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. മേക്കപ്പ് എപ്പോഴും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എക്സ്പെരിമെന്റ് ചെയ്യാം, ബ്യൂട്ടിഫൈ ചെയ്യാം, കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ ലുക്ക് റിക്രിയേറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.